പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട്, കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് വെന്ത് നീറിക്കൊണ്ട് കാത്തിരിക്കുന്ന, സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവര്, വിദേശ യാത്ര ചെയ്യുന്നവര്, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അസ്ഥിരോഗികളെ നിസ്സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ധ്യാനിക്കുന്ന ഒരു വാക്കാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. ഞാൻ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 2 തിമോത്തിയാണ് 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഇപ്പം എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതൊരു ആശയതലമാണ്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞെടുത്തോളൂ ഈ അപ്പോസ്തലൻ പറയണതാണ്. പൗലോസ് അപ്പോസ്തലൻ്റെയൊക്കെ ക്രിസ്റ്റോളജിയുടെ ചില പരിമിതികളെന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ലേറ്റർ എൻട്രിയാണ്, ഇടയ്ക്ക് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ മുഴുവനും പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും ഇത് പഴയ നിയമമാണ് ഇങ്ങേര് അവലംബിക്കണമെന്ന് മനസ്സിലാവും. പഴയ നിയമമാണ് അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കുന്നതെല്ലാം മോശസിൻ്റെ അബ്രാഹത്തിൻ്റെയും ദൈവത്തെയാണ് ഈ പലപ്പോഴും അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ മോശസിൻ്റെയും എബ്രാഹത്തിൻ്റെയും ദൈവം കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിന് ദൈവം വരുന്നുണ്ട്. അത് പുള്ളിക്ക് അത്ര കണ്ട് പിടിയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോർക്കും അശാന്തി ഇങ്ങനെ പറയണത്, യേശുക്രിസ്തുവിൻ്റെ ദൈവം എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ അവസാന വാക്കാണ്. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അത് എബ്രാഹത്തിന് കൊടുത്ത വെളിപാടിൻ്റെയും മോസസിന് കൊടുത്ത വെളിപാടിൻ്റെയും പിന്തുടർച്ചയാണ് ആ പറയണത്. പക്ഷേ പുതിയ നിയമത്തിൽ എങ്ങനെ പറയണത്? പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വിശ്വസ്തനായിരുന്നു അല്ലേ? പക്ഷേ പ്രയോഗത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നില്ല. അപ്പോൾ നിങ്ങളോർക്കും അച്ഛൻ പറയുന്ന പാഷാണ്ഡതയാണ്. പാഷാണ്ഡതയല്ല, ഈ ആബ്സെൻസ് ഓഫ് ഗോഡ് പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു വിശ്വാസിയുടെ PhDയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ബിരുദാനന്തര ബിരുദമില്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താണത്? ദൈവം അവിശ്വസ്തനായിരുന്നാലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയണത്, ഞങ്ങൾ ദൈവം അവിശ്വസ്തനാണെന്ന് അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ കാണപ്പെടാവുന്നതാണ്. മനസ്സിലായ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, ഞങ്ങൾ പരാജയപ്പെട്ടവരായിട്ട് കാണപ്പെട്ടാലും നിങ്ങൾ വിജയിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 13:7. ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരീക്ഷ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. അപ്പോൾ അത് കാണപ്പെടുന്ന വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ? കാരണം ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാൽ, അതായത് ഒരു പ്രതീതി നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഒരു പ്രതീതി നമുക്കുണ്ടായാലും
നമ്മളെന്ത് ചെയ്യണം? അതിലൂടെ നമ്മൾ യുദ്ധം തോക്കരുത്. മനസ്സിലായ? ഇപ്പം അശുദ്ധ മഹാധ എന്ന് പറഞ്ഞ കുരുക്ഷേത്ര യുദ്ധത്തിലില്ലേ, കുഞ്ചര എന്ന് പതുക്കെ പറയത്തുള്ളൂ. ആ അശുദ്ധാത്മാവ് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പാളയത്തിൽ പടയായി നിർവീര്യമായി ആൾക്കാർ അണികളിൽ അന്തശുദ്ധരായി അങ്ങനെ പോകരുത്. അതാണ് ഞങ്ങൾ പരാജയപ്പെട്ടവരായി കാണപ്പെടാൻ ചെയ്തത്. പിശാച് ചിലപ്പോൾ അങ്ങനെ കാണിക്കും നമ്മളാണ്. അല്ല, ദൈവം തന്നെ അങ്ങനെ ഒരു പ്രലോഭനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോഴും എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വിജയിച്ചവരായി നിങ്ങൾ വിജയിക്കണം. അപ്പോൾ ചില സമയത്ത് ദൈവം നമ്മളെ കൈവിട്ടതായിട്ട് കാണപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് മൈ പോയിന്റ്. അതായത് ദൈവം ഇപ്പം യേശുവിൻ്റെ ഏറ്റവും വലിയ ആന്തരികമായ ആത്മവിശ്വാസം എന്തായിരുന്നു? പിതാവ് എപ്പോഴും എന്നോട് കൂടി ഉണ്ട്, ഞാൻ ഏകനെല്ലാം തന്നെയാണ്. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല. യേശുവിന്റെ കോൺഷ്യസ് കണ്ട, എങ്കിലും ഞാൻ ഏകനല്ല. കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. അതാണ് യേശുവിന്റെ ആന്തരിക ബോധ്യം. അപ്പൊ നിങ്ങളൊക്കെ അവിശ്വസ്തരായിരുന്നാലും വിശ്വസ്തനായ പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ കുരിശിന് വില ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് ആബ്സെൻസ് ഓഫ് ഗോഡ് ഉണ്ടാവും. പിതാവുണ്ട്, പക്ഷെ നമുക്ക് അനുഭവവേദ്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലേ ശിഖ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ നിരീശ്വരവാദിയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സമാധാനമാണ്, ഞങ്ങൾക്ക് ജീവിക്കാനും മാർഗമില്ല. അപ്പോൾ എനിക്കൊരു പ്രയോജനമില്ലാത്ത ദൈവത്തെ ഞാനെന്തിനാണ് വിശ്വസിക്കണമെന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ അവളുടെ അമ്മ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ പറയാത്ത ഒരു രഹസ്യ രോഗം, അവളുടെ രോഗം അമ്മ ഉടമ്പടിയിൽ എഴുതി വെച്ച് അവളോട് പറഞ്ഞില്ല. അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അമ്മയെ കളിയാക്കും. പക്ഷേ അമ്മ വന്നപ്പോൾ അവളോട് പറഞ്ഞു, എഴുതി നിൻ്റെ ഈ അസുഖം ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വർഷങ്ങൾ രോഗം അപ്പം സ്റ്റോപ്പായി. അതോടുകൂടി അവൾ വന്ന് ഉടമ്പടി എടുത്ത്. അതാണ് പെട്ടെന്നാണ്. പക്ഷെ ആ നിലപാട് ആരോഗ്യകരമല്ല. കാര്യം എനിക്ക് അനുഭവവേദ്യമാകുന്നില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമല്ലല്ലോ അത്. ദൈവം വിശ്വാസമായിരിക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ വിശ്വാസത്തിന് വിലയുള്ളതിൻ്റെ കാരണം, നമ്മുടെ വിശ്വാസത്തിന് വില ഇങ്ങനെ കൂടും ചില സമയത്ത്. എപ്പോഴാണ് കൂടാന്നറിയാവോ? ചില സമയത്ത് ദൈവം അവിശ്വസ്തനായിട്ട് കാണപ്പെടും. നമ്മുടെ ഒരു പ്രാർത്ഥനയും കേൾക്കപ്പെടാത്ത പോലെ ദൈവം അവിശ്വസ്തനാണെന്ന് നമ്മൾ കാണപ്പെടും. ദൈവം ഇല്ലെന്ന് നമുക്ക് തോന്നും. അപ്പോഴും നമ്മൾ വിശ്വാസത്തോടെയും വിശ്വസ്തയോടെയും നിന്ന് കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന് ഭയങ്കര വില. അപ്പം നമ്മുടെ വിശ്വാസം തീ പിടിച്ച വിലയുള്ളതാക്കാനും മൂല്യവത്താക്കാൻ വേണ്ടിയാണ് ഈ ആബ്സൻസ് ഓഫ് ഗോഡ് വരണത്. എപ്പോഴും ഓർത്തേക്കണം. അതുകൊണ്ടാണ് ആ വചനം തിരിച്ചിട്ട് വായിക്കേണ്ടതാണ്. എന്താണ്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുമെന്ന് പറയണ പോലെ തന്നെയാണ് അവിശ്വസ്തനായി ചില സമയത്ത് കാണപ്പെടാം. അത് നമ്മളാൾക്ക് ദൈവം അവിശ്വസ്തനായതുകൊണ്ടല്ല, നമ്മൾക്ക് നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ കാണപ്പെടുന്നതാണ്, അങ്ങനെ അനുഭവപ്പെട്ടാലും പിതാവേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചെന്ന് ഈശോ ചോദിക്കണില്ലേ? അപ്പോൾ ഈശോയ്ക്ക് അതുപോലെ ആബ്സൻസ് ഫീൽ ചെയ്ത്, എന്നിട്ട് ഈശോ എന്ത് പറഞ്ഞു? ഐ കമൺ മൈ സ്പിരിറ്റ്. അപ്പോൾ ദൈവം അവിശ്വസ്തനായി കാണപ്പെട്ട് നമ്മുടെ ഒരു പരിമിതി കാരണം, ഈശോയുടെ തീവ്രമായ വേദന കാരണമാണ് ഈശോയ്ക്ക് ദൈവത്തെ ഫീൽ ചെയ്യാഞ്ഞത്. അപ്പോഴും അവിശ്വസ്തനായി കാണപ്പെട്ട് തോന്നി. അപ്പോഴും ഈശോ എന്താ ചെയ്തത്? ഈശോ തൻ്റെ വിശ്വാസത്തെ, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിച്ചപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ അവസാനത്തെ വാക്കായി ഈശോ. അപ്പം നമ്മുടെ വിശ്വാസം മൂല്യവത്താകാൻ വേണ്ടി ഇങ്ങനെ ചില ഡാർക്ക് ഹോളിലൂടെ ചില സമയത്ത് നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ശ്രദ്ധയുണ്ട്, ജാഗ്രത ഉണ്ടായാൽ മതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക. വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്, സംരക്ഷണം, പരിപാലനയാണ്.
വചനം കരുതിക്കോളും നമ്മൾ. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. എപ്പോഴും സന്തോഷമായിരിക്കുക. ദൈവ സാന്നിധ്യത്തിലുണ്ടെന്നുള്ളൊരു ബോധ്യം എപ്പോഴും വേണം. അപ്പോൾ ബോധ്യം ദൈവം ആരാണ് എന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് വേണ്ടിയത്. ആ ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ വേറെ വിചാരമൊന്നുമില്ല, സങ്കടങ്ങളൊന്നുമില്ല. അതെല്ലാം ഇറക്കി വയ്ക്കുക ഇവിടെ. ഞാൻ കുറച്ച് സമയം എടുക്കുകയുള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഇത് വേറെ ഒരു വിചാരവും സങ്കടമോ നമ്മളെ നിയോഗത്തിനെ കുറിച്ച് വിചാരമൊന്നും വേണ്ട. നമ്മൾ ദൈവ സാന്നിധ്യത്തിലുണ്ടെങ്കിൽ തന്നെ, ആ ബോധ്യത്തിലുണ്ടെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. ദൈവത്തിനറിയാം നീ ചോദിക്കുന്നതിന് മുമ്പേ. മത്തായി 6:8 പറയുന്നത്, നിൻ്റെ ആവശ്യങ്ങൾ, നിൻ്റെ മനസ്സ് ദൈവത്തിന് അറിയാം. നീ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ബോധ്യത്തോടെ ഞാൻ ദൈവ സാന്നിധ്യത്തിലാണെന്നുള്ളൊരു ബോധ്യവും വിശ്വാസവും ത്തിലുണ്ടാകണം. അപ്പോൾ അതെങ്ങനെയാണ് എപ്പോഴും അതെങ്ങനെയാണ് സാന്നിധ്യത്തിൽ ഉള്ളപ്പോൾ വിശ്വാസത്തോടെ ഇരിക്കാന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനെക്കുറിച്ചും ഓർക്കാതെ നന്ദി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം എന്നെ തൊട്ടിട്ടുണ്ട്, ദൈവം എന്നെ അറിയുന്നുണ്ട്. എനിക്ക് കുറേ കൗൺസിലിംഗ് കോൾസ് വരാറുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കൊച്ചിനെ വിളിച്ചുകൊണ്ട്, സാധാരണ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന 8:30 മണി തൊട്ട് 9:30 മണി വരെയാണ് കാലത്തെ. അത് കഴിഞ്ഞാൽ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷെ ഇത് ഇടയ്ക്കൊരു സമയത്ത് വലിയ തിടുക്കത്തോടെ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ് ഈ സമയമില്ല, വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് എന്നെ കാലത്തെ 8:30 തൊട്ട് 9:30 വിളിക്കുമെന്ന് പറഞ്ഞു. ഇല്ലില്ല, എനിക്ക് ബ്രദറെ ഒരു കാര്യം മാത്രം, ഒരു കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഹോസ്പിറ്റൽ കാര്യമാണെന്ന്. ഹോസ്പിറ്റൽ കാര്യമാണോ? ഇല്ല, എനിക്ക് ഒറ്റ കാര്യമെന്ന് പറഞ്ഞു. ഞാൻ വയ്ക്കാൻ പോയപ്പോഴത്തേക്കും എനിക്ക് ബ്രദറെ ദൈവമായിട്ട് എങ്ങനെയാണ് അടുക്കുന്നത്? അപ്പോൾ ഇത് ഇടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങോട്ട് ചോദിക്കുക, ദൈവമായിട്ട് അടുക്കണമെന്ന്. അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് പറയാൻ സാധിച്ചില്ല. ദൈവത്തിൻ്റെ സ്വന്തം എങ്ങനെയാകുക? അപ്പോൾ ഞാൻ ഒറ്റ വാക്കി പറഞ്ഞ്, ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുണ്ടെങ്കിൽ നീ നിനക്ക് സ്വന്തമാകാതിരിക്കുക, നീ നിന്നെ തന്നെ ദൈവത്തിലേക്ക് കൊടുക്കുക. അപ്പോൾ നീ ദൈവത്തിൻ്റെ സ്വന്തമാണ്. പിന്നെ നിൻ്റെ അധികാരം നിൻ്റെ മുകളിൽ പാടില്ല. പക്ഷെ അത് പറയാൻ എളുപ്പമാണെങ്കിലും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ അതിനെക്കുറിച്ച് ചെറുതായിട്ട് നമുക്ക് ധ്യാനിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്താണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവത്തിൻ്റെ സ്വന്തം ആയതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം അമ്മയെ നമുക്ക് തന്നത്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് കുരിശിൽ വെച്ച് ഈശോ നമുക്ക് തന്നതും നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതും. പക്ഷെ നമുക്കിത് തോന്നാൻ കാര്യം നമുക്ക് ആ ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവം എൻ്റെ സ്വന്തമാണ് എന്നുള്ളൊരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. യഥാർത്ഥ ബോധ്യമാണ് ദൈവം എൻ്റെ സ്വന്തമാണെന്നുള്ളൊരു ബോധ്യം തന്നെയാണ് ആരാധന. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം ആരാണെന്നുള്ളൊരു ബോധ്യമാണ് ദൈവത്തെ ആരാധിക്കുക. ബോധ്യം ഇല്ലായ്മയാണ് നമുക്ക് ഈ പല സങ്കടങ്ങളും വിഷമം ഇതെല്ലാം വരാൻ കാര്യം. പിശാചിൻ്റെ പ്രവൃത്തിയുത ഒരു പരിധിവരെ പിശാച് അതിലെല്ലാം വിജയിച്ചിരിക്കുക. പിശാച് നമ്മളെ മനസ്സിൽ അന്ന്
അന്ന് നമ്മൾ ആദി മാതാപിതാവിനെയും ഹവ്വായും ആദത്തിനെയും പിശാച് ഇത് തന്നെയാണ് ധരിപ്പിച്ചത്. ദൈവം യഥാർത്ഥത്തിൽ നിന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം നിനക്ക് പൂർണ്ണതയുള്ള ഒന്നും തന്നിട്ടില്ല, ദൈവം നുണ പറയുകയാണ്, നീ ദൈവത്തെ പോലെ വളരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടായി ദൈവം ഒരു കൽപ്പന നിനക്ക് തന്നിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്നും പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും. നമുക്ക് ഈ സങ്കടത്തിൻ്റെ കാര്യം നമുക്ക് പലപ്പോഴും തോന്നും, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, പിന്നെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഉയർച്ചയ്ക്ക് ഞാൻ തന്നെ ജോലിയെടുത്താലേ പറ്റൂ, ഞാൻ തന്നെ പ്രവർത്തിക്കണം. പല സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന വിട്ടുപോകുന്നത്. എന്നെ സഹായിക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ വേണം. അത് പലപ്പോഴും സാത്താൻ അതിൽ വിജയിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്കെല്ലാം വേണ്ടിയത് ബോധ്യം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏത് സാഹചര്യത്തിലും ദൈവം എന്നെ സ്നേഹിക്കുകയാണ്. അതിൻ്റെ അടയാളമാണ് കുരിശിൽ ഈശോ കിടക്കുന്നത്. എപ്പോഴും കുരിശിനെ ധ്യാനിക്കണം. എൻ്റെ വിശ്വാസം കുറയുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടില്ല, എനിക്ക് വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. അത്രയും കരുതലാണ് ദൈവത്തിന് എന്നോട്, അത്രയ്ക്ക് സ്നേഹമാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്നത് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കാറില്ല. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ രീതി പലപ്പോഴും മനസ്സിലാക്കാറില്ല. അത് ബൈബിൾ വായിക്കുമ്പോൾ അത് വചനം വായിക്കുമ്പോൾ അതെല്ലാം മനസ്സിലാവും. ദൈവത്തിൻ്റെ മനസ്സാണ് വചനത്തിൽ ഗ്രഹിക്കേണ്ടത്. വചനം മൊത്തം ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവത്തിൻ്റെ വാക്കുകളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സാണ് വാക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് നമ്മൾ എപ്പോഴും അത് പഠിക്കണം. ഇത് നമുക്കെല്ലാം സംഭവിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അത് താമസിച്ചു കഴിഞ്ഞാൽ, താമസം ആയിക്കഴിഞ്ഞാൽ നമ്മളെ വിശ്വാസം പോവും, സംശയങ്ങൾ വരും. അപ്പോൾ അത് ആരാധനയ്ക്ക് എതിരാണ്, ബോധ്യം പോവും. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവത്തിന് എന്നോട് കരുതലുണ്ട്, എന്നോട് സ്നേഹമുണ്ട്, ഈ പ്രശ്നം ദൈവം കൈകാര്യം ചെയ്തോളും, ദൈവത്തിനറിയാം, ഇതെല്ലാം എൻ്റെ നന്മയ്ക്കാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമാണ്, അത് ദൈവം അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. എൻ്റെ പ്രശ്നങ്ങളെല്ലാം, അതിന് പരിഹാരമില്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തെക്കൊണ്ട് സാധിക്കും. ഈ പ്രശ്നം പരിഹരിക്കാൻ ദൈവത്തെക്കൊണ്ട് സാധിക്കും. ഇതെല്ലാം എൻ്റെ നന്മയ്ക്കാണ്. ഇതാണ് ബോധ്യം. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെടും താമസിക്കുമ്പോൾ. നമ്മൾ പ്രാർത്ഥിച്ച് സമയതാമസം എടുക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ബോധ്യങ്ങൾ നഷ്ടപ്പെടും, വിശ്വാസം പോവും. അതുമാത്രമല്ല, അതിനെതിരെ നമ്മൾ എന്ത് വിഷയത്തിന് പ്രാർത്ഥിക്കുന്നു, പ്രതികൂല സാഹചര്യങ്ങൾ സംഭവിക്കും, പ്രതികൂലമായിട്ട് ചിലപ്പോൾ സംഭവിക്കും. നമ്മൾ ചിലപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, തലവേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും തലയ്ക്കകത്ത് ട്യൂമറാണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ വിശ്വാസം പോയി. അത് സൗഖ്യപ്പെടാൻ മാത്രമല്ല, പ്രതികൂലമായിട്ട് സംഭവിക്കും. അപ്പോൾ വീടിൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും, ഇരിക്കുന്ന ജോലിയും പോവും ചില സമയത്ത്.
ഭർത്താവ് ചിലപ്പോൾ രാത്രി മാത്രം മദ്യപിക്കും, അതിനുവേണ്ടി അമ്മ പ്രാർത്ഥിക്കും. ജോലിയും വിട്ടിട്ട് പകലും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും, കടം വാങ്ങിച്ച് മദ്യപിക്കാൻ തുടങ്ങും. ജോലിയും വിട്ടിട്ട് കാലത്തോട്ടേ ഇരുന്ന് മദ്യപിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നടന്നുമില്ല, അതുമാത്രമല്ലാതെ പ്രതികൂലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാം നമ്മളുടെ ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങും. നമ്മൾ വിചാരിക്കും ഈ പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ട് നമ്മൾ തന്നെ പ്രവർത്തിക്കണം, കൂടുതൽ വശലാവും, വിശ്വാസം വിട്ടുപോകും, സാത്താൻ വിജയിക്കും, പിശാച് അവൻ്റെ പ്രവൃത്തിയിൽ വിജയിക്കുകയും ചെയ്യും.